വിളിച്ചതേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അത്ര എന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് പോയില്ല. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ലൈഫിലെ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങും കൂടിയായ ഒരാളുടെ ബർത്ത്ഡേ ആണ്. സോ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്താൽ പോരല്ലോ, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ കൊടുക്കണ്ടേ? യെസ്, ഓഫ് കോഴ്സ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ടുഡേസ് വീഡിയോ ഈസ് ഓൾ അബൌട്ട്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലൈറ്റിംഗ് ദ ബർത്ത്ഡേ കേക്ക് അതൊരു ചടങ്ങാണല്ലോ. പുറയിൽ ബ്രസീലിന്റെ കളി, കേക്ക് ബ്രസീൽ, ജേഴ്സി ബ്രസീൽ, അടിപൊളി. എല്ലാം ബ്രസീൽ. ആ, ഷാർലറ്റ് ബ്രസീൽ. ബ്രസീലിന്റെ ഡ്രസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മള് മഞ്ഞ മാത്രമേ. നമ്മുടെ യങ്ങസ്റ്റ് മെമ്പർ ഇത് കൊള്ളാൽ. ഇത് ഞാൻ ബർത്ത്ഡേ ബോയിന്ന് ഡയറക്ട്ലി കേക്ക് എടുക്കത്തുള്ളൂ, കുഴപ്പമില്ല. ഓ, ഇതിപ്പോ ബർത്ത്ഡേ ബോയ്ക്ക് വരെ ഞാനാ കൊടുക്കുന്നത്. സോറി ചായ. ഷാർലറ്റിന്റെ ബർത്ത്ഡേ കഴിഞ്ഞല്ലേ ഉള്ളൂ ഇല്ലേ? ആ ഒരു ഓർമ്മ, ആ ഒരു ഫ്ലോയില് എൽദോ കേക്ക് കട്ട് ചെയ്യാനും പോയി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്, ഒരു സ്പെഷ്യൽ പേഴ്സന്റെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത് എന്നല്ലേ. പക്ഷേ കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ എന്ത് സ്പെഷ്യൽ സർപ്രൈസ് കൊടുക്കാൻ നോക്കിയാലും അത് പൊളിച്ചടുക്കി കൈ തരിക എന്നുള്ളതായിരുന്നു എൻ്റെ കെട്ടിയൻ്റെ ആ ഒരു ഇത്. പക്ഷെ നമുക്കങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റുമോ? നമുക്കത് ബ്രേക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ കാനഡയിലല്ല, മൈലുകൾ താണ്ടി താണ്ടി ചെന്ന് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ആയ കേരളത്തിലാണ്. അപ്പൊ എന്താ സർപ്രൈസ് എന്ന് കാണണ്ടേ? നിങ്ങൾ വേഗം പോയ സർപ്രൈസ് കണ്ടിട്ട് വരൂ. അപ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു 2 റൗണ്ട് ഓടിയിട്ട് വരാം. എൻ്റെ മോക്കടെ ആഗ്രഹമാണ് മോൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഇങ്ങനെ ഫുഡ് എല്ലാവർക്കും കൊടുക്കണമെന്ന്. 41 വയസ്സായി മോന്. അപ്പം 41 ഫുഡ് പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മളിപ്പോൾ ഒരു കേബേജ് ഉണ്ട്, അച്ചാറുണ്ട്, അവിയലുണ്ട്, മീൻ വറുത്തതുണ്ട്, സാമ്പാറുണ്ട്. ഇത്രയും കുട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. റാന്നി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് അവർക്ക് കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. $38, $39, $40, $41. അത് മാത്രമല്ല, നമ്മൾ ഈ പൊതിയോടൊപ്പം ഒരു 100 രൂപയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ സർപ്രൈസ് കണ്ടില്ലേ? ഇച്ചായന് ഇതുവരെ കാണിച്ചിട്ടില്ല. ഇച്ചായന് ഇത് സർപ്രൈസ് ആണ് സ്റ്റില്ല്. എപ്പോഴും നമ്മുടെ സർപ്രൈസ് പൊളിച്ചടക്കി കൈ തരുന്ന ആളല്ലേ. അതുകൊണ്ട് ഞാൻ ഓർത്ത് ഇപ്രാവശ്യം വേറൊരു സർപ്രൈസും കൂടി ഒരുക്കി വെക്കാം, മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇച്ചായൻ്റെ പെർമിഷനോടെ തന്നെ നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം വിളിച്ച് ഒരു ബർത്ത്ഡേ ഡിന്നറിനും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ TMSന്റെ ഒരു പിക്നിക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വെച്ച് ഞാനൊരു കേക്ക് കട്ടിങ് സെറിമണി തന്നെ അങ്ങ് നടത്തി. ഇതാണ് സർപ്രൈസ് എന്ന് ഇച്ചായന് തോന്നാൻ വേണ്ടിയിട്ട്. ഇതാ കണ്ടോ. Here you been asking about me, where I've been and where I sleep. It's hard to find me if you really want to. Turns past that takes a cool sign. Same ball cap, same old boots. Trying to outrun the thought of you, but in this time the truth don't stop. You can't live in a town this small. അളവെടുക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം കുട്ടിയാണ്. കാലിന് കുട്ടിയിരിക്കുന്നത് എവിടെയാന്ന് നോക്കി അത് അടുത്തുള്ള കുട്ടി നിങ്ങൾ രക്ഷപ്പെടാം. കഞ്ഞി കുടിക്കണമെന്നുണ്ടെങ്കിൽ You can change your mind but not your past. Every mile just feels like moving fast. Special birthday today of Eldo. Happy birthday to you. Happy birthday to you. Happy birthday to you, Eldo. Happy birthday to you. Are you one? Are you two? Are you three? Are you four? Candle കത്തിക്കണം. So Charlotte surprise cake to her beloved husband. അത് കത്തിക്കാൻ ഭയങ്കര രസമാട്ടോ. അതിന് കാറ്റാണ്. So try it. Oh, there. അവിടെ വെച്ച്. So this is our new members. ഇന്ന് മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണ്. സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ മെമ്പേഴ്സിനെ TMSൽ ആഡ് ചെയ്തു. Right, Charlotte? You guys are joining, right? You agreed in there. Membership. Okay. I just say thank you to you all. ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് ഒരുക്കി തന്നതിന് ആദ്യമേ വെച്ച് ചേച്ചിനോട് ഒരു താങ്ക് യു പറയുന്നു. ആൻഡ് അഗെയിൻ എല്ലാവരും TMSലെ എല്ലാ മെമ്പേഴ്സിനോടും താങ്ക് യു പറയുന്നു. ഇച്ചാരി ഞാൻ എപ്പോൾ സർപ്രൈസ് കൊടുത്താലും എന്നെ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും എന്നെ പൊളിച്ചടക്കി കൈ തരാറാണ് പതിവ്. ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആയിട്ട് ചേഞ്ച് ആയിട്ടൊന്ന് മാറ്റി പിടിച്ചാണ്. ക്ലൂ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ചേഞ്ചിന് വേണ്ടി ട്രൈ ചെയ്തത് കുളമായില്ല എന്ന പ്രതീക്ഷയോടെ ഹാപ്പി ബർത്ത്ഡേ ഇച്ചായ. Thank you guys. അപ്പോൾ ഒരു മെമ്പർഷിപ്പിന്റെ ഫോം Everyone please enjoy this cake. ഞാൻ പുള്ളിക്കാരനെ കൊണ്ട് കേക്ക് വാങ്ങിപ്പിക്കുകയായിരുന്നു.
മെമ്പർഷിപ്പ് എടുത്തു നമ്മൾ പ്രൈസ് വെച്ചുകൊണ്ട് നിങ്ങളെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ജയിക്കുന്ന പ്രൈസ് ആണ് ഇവര്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇന്ദുചൂടിന്റെ കളികൾ അവസാനിക്കുന്നില്ലായിരുന്നു. പക്ഷെ മോറോവർ ഈ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്രാവശ്യം ചെയ്തത്. ആക്ച്വലി ഇച്ചായന് ഒത്തിരി ഇഷ്ടപ്പെടുമെന്നും തോന്നി. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങാണ്. ഇപ്പം ഇച്ചായന് ഇപ്പം ഞാൻ ഭാര്യ ആയതുകൊണ്ടോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്കോ അങ്ങനെയൊന്നല്ല, ഒരു സഹജീവികളോടും എല്ലാ മനുഷ്യരോടും എല്ലാത്തിനോടും ഒരു സ്നേഹവും കരുണയും ദയയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന, എല്ലാത്തിനോടും ഒരു എത്തിക്സ് പാലിക്കുന്ന, എല്ലാ റൂൾസും ഭയങ്കരമായിട്ട് പാലിക്കുന്ന, ഞങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നത് പോലും ആക്ച്വലി അങ്ങനത്തെ കുറേ കാര്യം പറഞ്ഞിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു കൈൻഡ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭർത്താവായിട്ടല്ല, പുറത്തുനിന്ന് നോക്കുന്ന ഒരാളായിട്ട് കണ്ടാൽ നമുക്ക് ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമല്ലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ഇങ്ങനൊരു സർപ്രൈസ് ഇത്തവണ ഒരുക്കിയതും. അത് ചെയ്യാൻ പറ്റിയപ്പം അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാനും ഭയങ്കര ത്രില്ഡായിരുന്നു. ഇത് ചെയ്തു വന്നപ്പം ഒരുപാട് സന്തോഷമായി, മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടി. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമായിട്ടാണ് ആക്ച്വലി. അപ്പം ഇപ്പം ഞാൻ കണക്കാക്കുന്നത് ഈ ചാൻ കണ്ടു കഴിയുമ്പം എന്തൊക്കെ പറയും, എന്തായിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾക്ക് ഈ ചായന് 41 വയസ്സായി. അപ്പോൾ 41 പൊതിച്ചോറിൽ നമ്മളൊരു 100 രൂപ വെച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആണ് ഇപ്രാവശ്യം ചെയ്തത്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് അടുത്ത വർഷങ്ങളിലെല്ലാം ഒരുപാട് മുന്നോട്ട് പോകാനും ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇരട്ടിയായിട്ട് കൊടുക്കാൻ ദൈവം അനുവദിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇതിപ്പോൾ ചെയ്തപ്പോൾ തന്നെ. എനിവേ നമ്മൾ ഇതുവരെ ശരിക്കും ഉള്ള വീഡിയോയിലോട്ട് പോയിട്ടില്ല. വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഇൻ ടു ദ റിയൽ വീഡിയോ ദാറ്റ് ഈസ് നൺ അതർ ദാൻ ഇച്ചായൻസ് റിയാക്ഷൻ. അപ്പം അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം. സോ ആരും സ്കിപ്പ് ചെയ്യണ്ട. നല്ലൊരു ബോംബ് ബ്ലാസ്റ്റിംഗ് എക്സ്പ്ലോസീവ് ഫയർ ക്രേസി റിയാക്ഷനാണ് ഗൈസ് വരാൻ പോകുന്നത്. ഇച്ചായൻ്റെ റിയാക്ഷൻ ഇനി നമുക്ക് കണ്ടിട്ട് വരാം. സോ ഇച്ചായ ബർത്ത്ഡേ സർപ്രൈസ് കേക്ക് സെറിമണി കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ളത്? TMSന്റെ പിക്നിക്കിനെ വെച്ചിട്ട് സർപ്രൈസ് ആയോ എന്നുള്ളതാണ് എനിക്ക് കേൾക്കേണ്ടത്. സർപ്രൈസ് ആയിരുന്നു. ഒട്ടും ക്ലൂ കിട്ടിയില്ല. സാധാരണ ചീറ്റിപ്പോകുന്ന ചീറ്റിപ്പോയില്ല. അത് കൺഗ്രാറ്റ്സ് താ. 7 കൊല്ലമായിട്ട് ട്രൈ ചെയ്തിട്ട് ഇപ്പോഴാണ് ഞാൻ ഒരു സർപ്രൈസ് കൊടുത്തത്. സമ്മതിച്ചല്ലോ അല്ലേ? വീഡിയോ ഓണാക്കിയിട്ട് പറയുന്നല്ലോ അല്ലേ? അല്ല, ഞാന് വിജയിച്ചു എന്ന് പറഞ്ഞത് ഓക്കെ സെറ്റ്. അപ്പം ഇച്ചാന് കുറച്ചും കൂടി വിശ്വാസ്യത വരാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് നമ്മള് ബാക്കിയുള്ളത് സർപ്രൈസ് പ്ലാൻ ചെയ്തത്. അപ്പം വണ്ടി എടുക്കല്ലേ, ഒരു കാര്യം കൂടി ഉണ്ട്. ആക്ച്വലി ഇത് രണ്ടും അല്ല ഇച്ചാന്റെ ബർത്ത്ഡേ സർപ്രൈസ്. ഇച്ചാന്റെ റിയൽ സർപ്രൈസ് വരാൻ പോകുന്നതേ ഉള്ളൂ. So here is your birthday surprise. 38, 39, 40, 41. എൻ്റെ മോക്കടെ ആക്കിയപ്പോണേ മോൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഇങ്ങനെ ഫുഡ് എല്ലാവർക്കും കൊടുക്കണമെന്ന്. 41 വയസ്സായി മോന്. അപ്പം 41 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് വീഡിയോ സാമ്പാറുണ്ട്. ഇത്രയും കൂട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. റാമി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എനിക്ക് അവർക്ക് കൊടുക്കുന്നത് വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ പൊതിയോടൊപ്പം ഒരു 100 രൂപയും കൂടി വെച്ചു കൊടുക്കരുത്.
ഹാപ്പി ബർത്ത്ഡേ. സന്തോഷായില്ലേ? ഇതാ ചെയ്യണ്ട്. ചുമ്മാ കുറെ കാശ് മേടിച്ച് പാർട്ടി നടത്തിയിട്ടുള്ള കാര്യം. ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഇതാണ് ഇഷ്ടം. ഏറ്റവും നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ ഇത്? എത്ര വർഷം തന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്കറിയാച്ചാൽ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കിയത്. ഇതിന് ആക്ച്വലി അർജുനും മമ്മിക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അവരുടെ കുറേ ദിവസത്തെ കഷ്ടപ്പാടാണ്. അവിടെ പോയി കണ്ടുപിടിച്ചും ഞാൻ ഈ പ്ലാൻ പറഞ്ഞപ്പോൾ തൊട്ട് ചെയ്തു തന്നത് അർജുനാണ്. ഇംപ്ലിമെന്റ് ചെയ്ത് വീഡിയോ എടുത്ത് ഈ ഒരു പ്ലാൻ ചെയ്ത് നന്നായിട്ട് എഫർട്ട് ഇട്ടു. പിന്നെ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ 3 പേരുണ്ടായിരുന്നു ജോലിക്ക്. അവർക്കും എല്ലാവർക്കും ഒരു താങ്ക് യു പറഞ്ഞു. അവർക്ക് ഞാനെല്ലാം പറഞ്ഞു. ഒത്തിരി പേരുടെ കുറേ ദിവസത്തെ ഒരു കഷ്ടപ്പാടാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് ഹാപ്പി. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര ത്രില്ലായിരുന്നു. ഇച്ചാനൊരു ക്ലൂവും കിട്ടരുതെന്നുള്ള ഒരു ഇവിടുന്നാണ് ആലോചിച്ച് തുടങ്ങിയത്. പക്ഷെ ചെയ്യാൻ വന്നപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. അർജുനാണേലും ഇത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, മമ്മിക്കാണേലും ഇങ്ങനെ കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം മനസ്സറിഞ്ഞാണ് എല്ലാവരും ഇത് ചെയ്തത്. മനസ്സറിഞ്ഞ് ഞാൻ ഇച്ചാനി ഒരു ഗിഫ്റ്റ് തന്നത്. അപ്പം അതുപോലെ തന്നെ ഇച്ചാൻ്റെ അതല്ല, ഇത് വേറൊരു ഫീലില്ല. മനസ്സറിഞ്ഞെന്നല്ല, അത് നമ്മുടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇതല്ല. ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റ് ഇല്ലേ? അങ്ങനെ ഒരു ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ. 41 വയസ്സ് തികഞ്ഞാൽ അല്ല. കേരള ഫയർഫോഴ്സിന് നന്ദി പറഞ്ഞത് ഒന്ന് ശരിയായില്ലായിരുന്നു. ഒന്നുകൂടെ വേണം കേരള ഫയർഫോഴ്സിന് നന്ദി പറഞ്ഞു. വളരെ നന്ദി. അല്ല, നമ്മള് ചുമ്മാ അല്ല, അന്നേരം നമ്മൾ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. നമ്മള് ചുമ്മാ കുറെ പാർട്ടി നടത്തി കുറെ ഗിഫ്റ്റ് കൊടുത്ത് പിടിക്കുന്നതിനേക്കാളും സന്തോഷം ഇത് വേറൊരു ഫീലാണ്. സത്യമായിട്ടും അത് ഞാൻ പറഞ്ഞ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് കറക്ഷൻസ് ചെയ്യുമ്പോഴും എല്ലാം കുറേ പ്രാവശ്യം ഞാൻ കണ്ടതും എല്ലാമാണ്. പക്ഷെ എന്നിട്ട് വിച്ചാൻ്റെ കൂടെ ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും വിച്ചാൻ്റെ ആ ഒരു ഇമോഷൻസ് എന്നിലോട്ട് ഭയങ്കരമായിട്ട് വന്ന് ഞാനും കരഞ്ഞു പോയത്. അർജുന എനിക്കിത് എഡിറ്റ് ചെയ്ത് തന്ന് ഞാൻ കുറേ പ്രാവശ്യം കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ കുറേ ഡിസ്കഷൻസ് ഉണ്ടായി. എല്ലാം വന്നായിരുന്നു ആ വീഡിയോ ക്ലിപ്പ്. പക്ഷെ എന്നിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും നീ ഇത് തരുമ്പോൾ ഞാനാലോചിക്കും ഞാൻ മാത്രമല്ല സന്തോഷിക്കുന്നുള്ളൂ. ഇപ്പൊ വേറെ 41 പേര് സന്തോഷിച്ചില്ലേ? അതാണ് എനിക്കിഷ്ടം. നമ്മൾ കുറെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക പിടിക്കുക എന്നുള്ളതല്ല, സന്തോഷം വേണമല്ലോ. അല്ല, അതുകൊണ്ടാണ്. പിന്നെ ഇന്നിപ്പം ഈ ഇവിടെ TMSന്റെ പിക്നിക്കിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചതാണേലും പിന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോകുന്നത് ഒരു ജസ്റ്റ് വേറൊരു ഹാപ്പിനെസ്. പക്ഷെ അങ്ങനെ ഒരു ഇവന്റ് ഞാൻ പ്ലാൻ ചെയ്തതും ആക്ച്വലി ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യരുതെന്ന് ഓർത്തിട്ടായിരുന്നു. കാരണം ഒന്നുമില്ലാണ്ടിരുന്നാൽ ഞാൻ എന്തെങ്കിലും ഉടായ്പം കൊണ്ട് വരുമെന്ന് വിചാരിക്കുമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിന്റെ മുന്നിലും പുറകിലുമായിട്ട് ഇത്രയും കാര്യങ്ങൾ. എത്ര ദിവസത്തെ എന്റെ പോകുമ്പോ എന്റെ തല എത്ര ദിവസമായിരുന്നു പോയിരുന്നത്. അല്ല, ഇത് ആക്ച്വലി നല്ല ഇത്രയും വർഷം ഗിഫ്റ്റ് തന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെനിക്കറിയാം. ഇച്ചാന്റെ ഇഷ്ടം, ഇച്ചാന്റെ മനസ്സറിഞ്ഞ് നമ്മൾ വളരുമ്പോൾ മറ്റുള്ളവരും വളരണം. മറ്റുള്ളവരും അല്ല, നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു. അതെ, ഇതിപ്പോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സഹായം മാത്രം. അത് ഞാൻ പറഞ്ഞ ഇത് ജസ്റ്റ് ഒരു തുടക്കം. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഒരു കിക്ക് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആക്ച്വലി അറിയത്തില്ല. കാണിക്കാനോ പിടിക്കാം. എനിക്ക് സാധാരണ എന്റെ സ്വഭാവം അനുസരിച്ചാണ് എനിക്ക് ആരെയും കാണിക്കാണ്ടിരിക്കുന്നത്. അല്ല, ഇത് കാണിച്ചതിൻ്റെ അകത്തും വേറൊരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനെ തിങ്ക് ചെയ്യാനൊക്കെ കാരണം
ഉണ്ടല്ലോ, നിക് ജോൺസ്, പിന്നെ വേറെ ഏതൊക്കെയോ, വേറെ ഓർമ്മയില്ല, ഏതൊക്കെയോ വീഡിയോസ് കാണുമ്പോൾ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് എനിക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഇതുപോലെയൊക്കെ ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നേരത്തെ ഓർക്കും നമ്മളിപ്പോൾ ധർമ്മം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അല്ല, ഒരു നേരത്തെ ചോറ് കൊടുക്കാൻ പറ്റിയാൽ പോലും അവരുടെ മുഖത്തെ ഹാപ്പിനെസ് കാണാൻ പറ്റും. ഒരാൾക്ക് കുറെ പൈസ കൊടുത്താൽ മാത്രല്ല, ഒരു ചെറിയ എമൗണ്ട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുത്താൽ അതാ സന്തോഷം. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോയിലും ഇതിലൊക്കെ കണ്ടപ്പോഴാണ് കുറച്ച് ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരാളുടെ മുഖത്തെ പുഞ്ചിരി കാണാൻ പറ്റുമെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഓർത്തു, ഇങ്ങനെ ഇപ്പൊ വീഡിയോ ആക്കിയാൽ നാളെ മൂന്നാമതൊരാൾ നമ്മുടെ വീഡിയോ കണ്ട് ഒരാൾക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ തോന്നിയാൽ അത് വലിയ കാര്യമല്ലേ. അല്ലാതെ നമ്മൾ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്നൊക്കെ പണ്ട് പറയുന്നേക്കാം. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നതും ഇതാക്കുന്നതും പലരും ചെയ്യുന്നത് കണ്ടിട്ടാണ് പലർക്കും പലതും ചെയ്യാനും തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് വീഡിയോ ആക്കിയത്. ഞാൻ ആക്ച്വലി ഇത് ഇങ്ങനെ ഒരു കാര്യം വീഡിയോ ആക്കുന്നത്, ഇതൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല എന്നും എനിക്കറിയാം. ഇപ്പൊ 7 അല്ലേ ഏകദേശമൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ആക്കിയതും അതുകൊണ്ടാണ്. പിന്നെ മൊത്തത്തിലൊരു സിനിമ മോഡൽ ചാനലിലോട്ടൊന്ന് പ്രസന്റ് ചെയ്ത് തരണമെന്നുണ്ടായിരുന്നു. സിനിമാറ്റിക് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ. സോ ഇതാണ് ഇച്ചായൻ്റെ 41ാം വയസ്സിന്റെ ബർത്ത്ഡേയുടെ നമ്മുടെ. അങ്ങനെയായിരുന്നു നിനക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യായിരുന്നു. എന്താ 41ാം വയസ്സിലൂടെ ഫിഫ വേൾഡ് കപ്പ് ക്രിക്കറ്റ് എടുത്തു. അത്ര എന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് പോയില്ല ചായ. ഒരു ടിക്കറ്റും കൂടെ എടുത്തു തരായിരുന്നു. അത്രയും ഇത് ബുദ്ധി ആയില്ല ചാന്റെ ഭാര്യക്ക്. ഇനി അടുത്ത കൊല്ലങ്ങളിൽ നമുക്ക് കൂടുതൽ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഗിഫ്റ്റ്സ് തരാൻ ശ്രമിക്കാം കേട്ടോ. എല്ലാ വർഷവും നമുക്കിപ്പോ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പഠിക്കും. തീർച്ചയായിട്ടും ഇല്ല. നാളെ എന്താണ് നമ്മുടെ അവസ്ഥ നമുക്ക് അറിയത്തില്ല സത്യം. അല്ല, ഞാൻ ചുമ്മാ ഒരു ഫണ്ണായിട്ട് ഞാൻ പറഞ്ഞതാ. എങ്കിലും പക്ഷെ ഗിഫ്റ്റിൽ അങ്ങനെ വലിയ കാര്യമില്ല എന്നുള്ളത് ഓഫ് കോഴ്സ്. പക്ഷെ അതിൻ്റെ അകത്തുള്ള വേറൊരു കാര്യം, എല്ലാ ദിവസത്തെയും പോലെ നമ്മുടെ ചില സ്പെഷ്യൽ ഡേയ്സും കടന്നു പോകരുതെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഡേയ്സ് സ്പെഷ്യൽ ആക്കാൻ വേണ്ടി ഇങ്ങനെ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായില്ല. ഇപ്പൊ ഒരു ബർത്ത്ഡേ ആണ്, എന്തിനാണ് നിങ്ങൾ ഈ 41ാമത്തെ വയസ്സിൽ 50ാമത്തെ വയസ്സിൽ അല്ലെ 60ാമത്തെ വയസ്സിൽ ആഘോഷിക്കുന്നതെന്ന് ഓർക്കും. പക്ഷെ അങ്ങനെയല്ല. ആ ഒരു വേറൊരു കാര്യം, എന്തിനാണ് 41? ചിലപ്പോ ഞാൻ ഇത്രയും വർഷം അല്ലെങ്കിൽ കുറെ വർഷം മുമ്പ് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ലായിരിക്കും. ഇനിയായിരിക്കും എന്റെ ജീവിതത്തിലുള്ള ആഘോഷിക്കാൻ പോകുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. അല്ല, അത് അങ്ങനെയും ഉണ്ട്. പിന്നെ ഈ ആഘോഷിക്കുന്നതിന്റെ പുറകിൽ ഇങ്ങനെയും ഒരു കാര്യമുണ്ട്. നോർമൽ ഡേ പോലെ കടന്നു പോയിട്ട് എന്തിനാണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്താലേ വീഡിയോ പിടിക്കുന്നു. നമ്മളിപ്പോ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളാണ് തീരുമാനിക്കുന്നത് ശരിയും തെറ്റും. അത് ഓഫ് കോഴ്സ് അമ്മയെ തല്ലിയാലും ഉണ്ട് 2 വാദം എന്ന് പറയുന്ന പോലെ ഇതിനും നെഗറ്റീവും ഉണ്ടാവും, ഓഫ് കോഴ്സ് പോസിറ്റീവ് ഉണ്ടാവും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ദിവസത്തെയും പോലെ ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സും അങ്ങനെയും കടന്നു പോകരുതല്ലോ. എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. മനസ്സറിഞ്ഞ് ഹാപ്പി ആയിരുന്നല്ലേ. ഞാൻ ഗിഫ്റ്റ് ഒന്നും നിനക്ക് അങ്ങോട്ട് ചോദിച്ചില്ലായിരുന്നു അല്ലേ. ഇത്രയും സന്തോഷമായിട്ടില്ല. ഇത് കേട്ടാ മതി ചായ. ഇത് ഗോൾഡൻ വേർഡ്സ് ഫ്രം ഹിം. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇച്ചിരി അപ്രിഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. കാരണം ആ വായന ഭയങ്കരമായിട്ടൊന്നും വരാറില്ല. ചെയ്യുന്നിടത്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പറയുന്നിടത്ത് പറയുന്നു. അപ്പൊ ഇത്രയും ഇതെന്ന് പറയുമ്പോ എനിക്ക് മനസ്സിലാവും. ഐ ക്യാൻ ഫീൽ ദാറ്റ്. അല്ല, ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീലുള്ള, എന്താ പറയുന്ന, നമ്മളെ ഹാർട്ട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു ഹാർട്ട് ടച്ചിങ് ഒരു മൊമെന്റ്സ് തരാൻ പറ്റിയെന്നല്ലേ. അതാണ് ഞാൻ. That is what I was expecting for, you know. So once again, happy birthday. I love you. Live long, happily and healthy. And a healthy
എനിക്ക് 40 വയസ്സ് കഴിയുമ്പോൾ ഒന്നും ഉടനില്ലേ. അല്ല, എനിക്ക് 40 കഴിഞ്ഞതിന് ശേഷമാണ് ഇനി എന്റെ ശരീരം നോക്കണം. അല്ലെങ്കിൽ അത് ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആഫ്റ്റർ 30 and 40 ആണ് ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എന്ന് പറയത്തില്ല. അത് സത്യമാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. 40 കഴിഞ്ഞപ്പോ എനിക്ക്